വൃദ്ധർ വരെ ഉള്ളവർ അണിനിരന്നിട്ടുണ്ട്. കൊട്ടാരക്കരയിൽ നിന്ന് വിനേഷ് നമുക്കൊപ്പം ചേരുകയാണ്. വിനേഷ്, എന്താണ് അവിടുത്തെ സാഹചര്യം? കൊട്ടിക്കലാശം എങ്ങനെ പുരോഗമിക്കുന്നു? വിവരങ്ങൾ എന്തൊക്കെയാണ്? രേണുക, അതിശക്തമായ മത്സരമാണ് കൊട്ടാരക്കരയിൽ നടക്കുന്നത്. ഇത് കൊട്ടിക്കലാശമാണ്. അതിന്റെ മൂർധന്യ അവസ്ഥയിലേക്ക് കടന്നിരിക്കുകയാണ്. നമ്മളിപ്പോൾ BJP സ്ഥാനാർത്ഥിയോടൊപ്പമാണ് ഉള്ളത്. ഐഷ പോറ്റി, കോൺഗ്രസ് സ്ഥാനാർത്ഥി ഐഷ പോറ്റി അല്പം മുന്നെയാണ് കടന്നുപോയത്. BJP സ്ഥാനാർത്ഥിയാണ് ഇപ്പോൾ കടന്നു വരുന്നത്. KN ബാലഗോപാൽ അടക്കം ഇനി വരാനുണ്ട്. വലിയ രീതിയിലുള്ള അതിശക്തമായ പ്രചരണ പരിപാടികളാണ് കൊട്ടാരക്കരയിൽ നടക്കുന്നത്. നമുക്കറിയാം, ത്രികോണ മത്സരമാണ് കൊട്ടാരക്കരയിൽ നടക്കുന്നത്. അതിന്റെ ഒരു ഉച്ചസ്ഥായിലേക്ക് എത്തിയെന്ന് തന്നെ പറയാം. ഇനിയിപ്പോൾ മണിക്കൂറുകൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ ഈ ഒരു കൊട്ടിക്കലാശം അവസാനിക്കാനായിട്ട്. ശക്തമായ പ്രചരണ പരിപാടികളായിട്ട് എല്ലാ മുന്നണികളും കളത്തിൽ നിറഞ്ഞിരുന്നു. നമുക്കിപ്പോൾ കാണാം, BJP സ്ഥാനാർത്ഥി R രശ്മിയാണ് ഇപ്പോൾ നമുക്ക് തൊട്ട് പിന്നാലെ വരുന്നത്. എല്ലാം 3 മുന്നണികളും വലിയ രീതിയിലുള്ള ശുഭപ്രതീക്ഷയിലാണ്. എല്ലാവരും വലിയ രീതിയിലുള്ള പ്രതീക്ഷ വെച്ചു പുലർത്തുന്നു. വലിയ വിജയ സാധ്യത കാണുന്നു. നമുക്കറിയാം, ഇടതുപക്ഷത്തിന്റെ വലിയ കോട്ടയാണ് കൊട്ടാരക്കരയിൽ. ധനമന്ത്രി KN ബാലഗോപാലിന്റെ മണ്ഡലമാണ്. ഈ മണ്ഡലത്തിൽ മറ്റു മുന്നണികൾക്ക് എങ്ങനെ വിജയിച്ച് കയറാം എന്നുള്ളതാണ് വലിയ വെല്ലുവിളി. ശരിക്കും എല്ലാവരും വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ പ്രചരണങ്ങൾ അത്രത്തോളം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കാരണം എല്ലാവരും വോട്ടുകൾ ഉറപ്പിക്കുക എന്നുള്ളത് വലിയ ദൗത്യത്തിലായിരുന്നു. നേരിൽ പരമാവധി വോട്ടർമാരെ നേരിൽ കാണാനും ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ R രശ്മിയാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. വലിയ വിജയപ്രതീക്ഷ. നമുക്കറിയാം, കോൺഗ്രസിൽ നിന്നും NDA സ്ഥാനാർത്ഥിയായിട്ട് ഇപ്പോൾ മത്സരിക്കുന്ന R രശ്മിയാണ്. വലിയ വിജയപ്രതീക്ഷയിൽ 3 മുന്നണികളും കൊട്ടാരക്കരയിൽ കളം നിറയുന്നു. ത്രികോണ മത്സരം എന്ന് തന്നെ പറയാം. മണിക്കൂറുകൾ അവസാനിക്കുമ്പോൾ തന്നെ എല്ലാവരും വലിയ രീതിയിലുള്ള പ്രചരണ പരിപാടികളുമായിട്ട് കളത്തിൽ നിറഞ്ഞിരിക്കുകയാണ്. കൊട്ടാരക്കരയിൽ പോലീസിന്റെ നമുക്കറിയാം കണ്ട സുരക്ഷയായിട്ട് ബാരിക്കേഡുകൾ തീർത്തിട്ടുണ്ട്. ഓരോരുത്തർക്കും കൃത്യമായ ഓരോ സമയ ക്രമീകരണങ്ങൾ തന്നെ അവർക്ക് നൽകിയിട്ടുമുണ്ട്. ചന്തമുക്കിൽ അവസാനിപ്പിക്കണം ഒരു ടീം. അതുപോലെ തന്നെ ചന്തമുക്കിൽ നിന്നും പുലവൻ ജംഗ്ഷനിൽ പ്രചരണ പരിപാടികൾ അവസാനിപ്പിക്കുക. അങ്ങനെ തുടങ്ങിയ നിരവധി ക്രമീകരണങ്ങൾ കൊട്ടാരക്കരയിൽ ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് കാണാം, ഇത് ശക്തമായിട്ടുള്ള മത്സരമാണ്. പ്രചരണ പരിപാടികൾ അത്രത്തോളം അതിന്റെ മൂർധന്യാവസ്ഥയിലേക്ക് എത്തുന്നു. എല്ലാവരും വലിയ ആവേശത്തിലാണ്. വലിയ രീതിയിലുള്ള പ്രചരണ പരിപാടികൾക്കാണ് കൊട്ടാരക്കരയിൽ വേദിയായിരിക്കുന്നത്. കൊല്ലം ജില്ലയിലും വിവിധ പ്രദേശം, അതായത് തീരദേശം, മലയോര മേഖലകൾ വ്യത്യാസമില്ലാതെ എല്ലാവരും വലിയ ആവേശത്തിലാണ്. വോട്ടർമാർ വലിയ ആവേശത്തിലാണ്. കൊട്ടാരക്കരയിൽ നിന്ന് വിനേഷാണ് വിവരങ്ങൾ നൽകിയത്. KN ബാലഗോപാലും ഐഷ പോറ്റിയും R രശ്മിയും ഏറ്റുമുട്ടുന്ന കൊട്ടാരക്കരയിൽ പ്രവചനാതീതമാണ് ഇത്തവണ കാര്യങ്ങൾ. എന്താണ്, നമ്മൾ വീണ്ടും പേരൂർക്കടയിലേക്ക് പോയാൽ അവിടെ R ശ്രീലേഖ കളം നിറയുന്നതാണ് കാണുന്നത്. NDA ക്യാമ്പിന് ആവേശം പകർന്നുകൊണ്ട് നമുക്കറിയാം, പല ഘട്ടങ്ങളിലും R ശ്രീലേഖയുടെ ഡാൻസ്, അതിന്റെ ദൃശ്യങ്ങളൊക്കെ വൈറലായിട്ടുണ്ട്. തനിക്ക് പാട്ട് കേട്ടാൽ അറിയാതെ ശരീരമിളകും എന്നത് ശ്രീലേഖ തന്നെ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ കൊട്ടിക്കലാശത്തിന്റെ വേദിയിൽ ക്രെയിനിന് മുകളിൽ ചുവട് വയ്ക്കുന്ന R ശ്രീലേഖയാണ് കാണുന്നത്. ഇത്രയും ഉയരത്തിൽ നിൽക്കുമ്പോൾ പോലും വളരെ ആഹ്ലാദവതിയായി ശ്രീലേഖയെ നമുക്ക് കാണാം. കേരളത്തിലെ ആദ്യ വനിതാ IPS ഉദ്യോഗസ്ഥയാണ്, ആദ്യ DGP ആണ്, വനിതാ DGP ആണ്. ആ നിലയിൽ ശക്തയായ സ്ത്രീ സാന്നിധ്യമാണ് ശ്രീലേഖ കേരളത്തെ സംബന്ധിച്ച്. അതുകൊണ്ട് തന്നെ വട്ടിയൂർക്കാവിനൊരു വനിതാ MLA എന്നതാണ് ശ്രീലേഖ പറഞ്ഞു വെക്കുന്നത്. അതിനുവേണ്ടിയാണ് വോട്ട് തേടുന്നത്. അവിടെ വലിയ ആവേശം NDA ക്യാമ്പിൽ. ഒപ്പം LDF ക്യാമ്പിൽ VK പ്രശാന്തും അതേ ആവേശത്തിൽ തന്നെ അവിടെ നിൽക്കുന്നു. തുടർച്ചയാണ് VK പ്രശാന്ത് മുന്നോട്ട് വെക്കുന്നത്. നേരത്തെ മുതൽ തന്നെ മേയർ ബ്രോ വലിയ രീതിയിൽ അവിടെ സാന്നിധ്യം അറിയിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ ഒരു തുടർച്ച തന്നെ ഉണ്ടാകും എന്നതാണ് പ്രശാന്ത് കരുതുന്നത്. അതേസമയം വട്ടിയൂർക്കാവ് തിരിച്ചു പിടിക്കാമെന്ന ആത്മവിശ്വാസത്തിൽ K മുരളീധരനുമുണ്ട്. K മുരളീധരൻ ട്രെയിനിൽ കയറിയിട്ടില്ല. പക്ഷേ UDF ക്യാമ്പിൽ ആവേശത്തിന് ഒട്ടും കുറവില്ല. അവിടെ വലിയ രീതിയിലുള്ള ആവേശമാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ VK പ്രശാന്ത് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് പ്രവർത്തകർക്ക് കൈവീശി കാണിക്കുന്നു, അവരെ അഭിവാദ്യം ചെയ്യുന്നു എന്നതാണ് കാഴ്ച. വട്ടിയൂർക്കാവിലാണ് ഏതായാലും ഏറ്റവും കളർഫുള്ളായ കൊട്ടിക്കലാശം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്രെയിനൊക്കെ ഇറക്കി സ്ഥാനാർത്ഥികൾ ആ രീതിയിൽ കളം പിടിച്ചിരിക്കുകയാണ്. പറവൂരിൽ നിന്നുള്ള കാഴ്ചകൾ വരുന്നു. VD സതീശൻ പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ VD സതീശൻ അടുത്തെത്തി സെൽഫി എടുക്കുന്നതൊക്കെ നമുക്ക് കാണാം. എന്തായാലും പരസ്യ പ്രചരണം അവസാനിക്കാൻ ഇനി ഏതാണ്ട് അരമണിക്കൂർ മാത്രം ബാക്കി. 5:31 ആയിരിക്കുന്നു. അരമണിക്കൂറിൽ താഴെ മാത്രം സമയമാണ് കൊട്ടിക്കലാശം അവസാനിപ്പിക്കാൻ ബാക്കിയുള്ളത്. വലിയ ആവേശത്തിലേക്ക്, ഏറ്റവും
ഏറ്റവും ആവേശകരമായ അരമണിക്കൂറാണ് ഇനിയുള്ളത്. ആവേശമാല തല്ലുന്ന അരമണിക്കൂറാണ് ഇനിയുള്ളത്. അതിലേക്ക് കടന്നിരിക്കുകയാണ്. ആലപ്പുഴയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കൂടി നമുക്ക് വരികയാണ്. ആലപ്പുഴയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കൂടി വരുന്നു. ശരണ്യ സ്നേഹജൻ അവിടെയുണ്ട്. അമ്പലപ്പുഴ നമുക്കറിയാം, ഇത്തവണ അമ്പലപ്പുഴയിൽ എന്ത് സംഭവിക്കുമെന്നത് കേരളം ഉറ്റുനോക്കുന്നതാണ്. ജി സുധാകരൻ മാജിക് ഉണ്ടാകുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രചരണ വേദികളിൽ പോലും വാക്കുകൾ കൊണ്ട് വലിയ രീതിയിൽ ഏറ്റുമുട്ടുന്ന നേതാക്കളെ നമ്മൾ അവിടെ കണ്ടു. ഒപ്പം CS സുജാതയ്ക്കെതിരെ നടത്തിയ ഒരു വിവാദ പരാമർശം വലിയ ചർച്ചയാകുന്നു. അവസാന മണിക്കൂറുകളിൽ അതൊക്കെയാണ് ആളിക്കത്തിയത്. ഇപ്പോൾ കൊട്ടിക്കലാശത്തിലേക്ക് എത്തുമ്പോഴൊക്കെയുള്ള സാഹചര്യം എന്താണ് എന്നത് ശരണ്യ വിശദീകരിക്കും. ശരണ്യ, എന്താണ് ആലപ്പുഴയിലെ കാഴ്ചകൾ? തീർത്തും ആവേശകരമാണ് ആലപ്പുഴയുടെ അവസാന മണിക്കൂറുകൾ, തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണത്തിന്റെ അവസാന മണിക്കൂറുകൾ എന്ന് തന്നെ നമുക്ക് പറയാം. നമ്മളിപ്പോൾ ഉള്ളത് അമ്പലപ്പുഴ മണ്ഡലത്തിന്റെ കൊട്ടിക്കലാശം നടക്കുന്ന സക്രിയ ബസാറും പട്ടപ്പള്ളിയുമായുള്ള രണ്ടിടങ്ങളിൽ, ആ രണ്ട് ഭാഗങ്ങളിലുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇവിടേക്ക് ആളുകൾ എത്തി തുടങ്ങിയിട്ടില്ല. വിവിധ സ്ഥാനാർത്ഥികൾ, അതായത് LDF-ന്റെയും UDF-ന്റെയും H. സലാമും G. സുധാകരനും അല്പസമയത്തിനകം തന്നെ ഇവിടേക്ക് എത്തിച്ചേരും. അതിനുശേഷമാകും ഏറ്റവും ആവേശകരമായി വിവിധ ഇടങ്ങളിൽ നിന്നും ചെറിയ ചെറിയ പ്രകടനങ്ങളും ഒപ്പം തന്നെ ബൈക്ക് റാലികളും ഒക്കെയായി പ്രവർത്തകർ ഈ ഭാഗത്തേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. വാഹന ജാഥയാണ് വിവിധ ഇടങ്ങളിൽ പര്യടനം നടത്തി സ്ഥാനാർത്ഥികൾ ഈ സ്ഥലത്തേക്ക് എത്തുന്നത്. അല്പസമയത്തിനകം സ്ഥാനാർത്ഥികൾ എത്തുമെന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. എന്തായാലും 5:30 ആകുന്നു. അരമണിക്കൂർ മാത്രമാണ് ഇനി കൊട്ടിക്കലാശത്തിന് അവശേഷിക്കുന്നത്. ഏറ്റവും ആവേശകരമായി സംസ്ഥാനത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നായി അമ്പലപ്പുഴ മാറിയിട്ടുണ്ട്. അത് തീർച്ചയായും G. സുധാകരന്റെ ഒരു സ്ഥാനാർത്ഥിത്വം തന്നെയാണ്. അത്ര മേൽ വാശിയോടുകൂടി CPM-ഉം അതുപോലെ ഇടതുപക്ഷവും അതോടൊപ്പം UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി സുധാകരനെ ഏറ്റെടുത്ത UDF-ഉം ഇവിടെ വലിയ ആവേശകരമായ ഒരു മത്സരത്തിലേക്ക് കടക്കുന്നു. അമ്പലപ്പുഴ മണ്ഡലത്തിൽ തീർച്ചയായും ആ ഒരു ആവേശം വിവിധ ഇടങ്ങളിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. ഓരോ പ്രചാരണ വേളകളിലും അത്തരം ആവേശം നിലനിൽക്കുന്നു. അതോടൊപ്പം തന്നെയാണ് ഈ വാശിയോടുകൂടി വീറോടുകൂടി ഏറ്റവും ഒടുവിലുണ്ടായ സംഭവ വികാസങ്ങൾ വരെ ജനങ്ങളുടെ മുന്നിലേക്ക് അഡ്രസ് ചെയ്താണ് ഈ തെരഞ്ഞെടുപ്പ് കടന്നു വരുന്നത് എന്നുള്ളതാണ്. സുരക്ഷാ സംവിധാനങ്ങൾ, കൃത്യമായ ക്രമീകരണങ്ങൾ ഇവിടെ. ശരി, ശരണ്യ സ്നേഹജനാണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ നൽകിയത്. ഇനി ആകെ അരമണിക്കൂറിൽ താഴെ സമയം മാത്രമാണ് അവശേഷിക്കുന്നത്. മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ ഈ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണം അവസാനിക്കാൻ. കൊട്ടിക്കലാശം അതിന്റെ പാരമ്യത്തിൽ എത്തി നിൽക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. അമ്പലപ്പുഴയിലെയും ആലപ്പുഴയിലെ മറ്റ് മണ്ഡലങ്ങളിലെയും സാഹചര്യമാണ് ശരണ്യ സ്നേഹജൻ വിശദീകരിച്ചത്. പക്ഷേ അവിടെയൊക്കെ ശബ്ദായമാനമായ സാഹചര്യമാണ്. പറയുന്ന കാര്യങ്ങൾ നമുക്ക് കേൾക്കാൻ പറ്റുന്നില്ല. മേളങ്ങളുടെ അകമ്പടിയോട് കൂടിയാണ് ഈ കൊട്ടിക്കലാശം പലയിടങ്ങളിലും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രവർത്തകർ വലിയ ആവേശത്തിലാണ്. അവർ ആടിയും പാടിയും ഒക്കെ ഈ ജനാധിപത്യത്തിന്റെ ഉത്സവം ആഘോഷിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ കേന്ദ്രങ്ങളിലും, എല്ലാ കൊട്ടിക്കലാശ വേദികളിലും കേന്ദ്രങ്ങളിലും ഒക്കെ ആ ആവേശം അലതല്ലുന്നതാണ് നമ്മൾ കാണുന്നത്. 2020 സ്ഥാനാർത്ഥി, തൃപ്പൂണിത്തുറയിലെ 2020 സ്ഥാനാർത്ഥി നമുക്ക് സ്ക്രീനിൽ ഒരു ഭാഗത്ത് കാണാം. പറവൂരിൽ നിന്നുള്ള കാഴ്ചകൾ കാണാം, മലപ്പുറത്ത് നിന്നുള്ള കാഴ്ചകൾ കാണാം. ഒപ്പം പേരൂർക്കടയിൽ വട്ടിയൂർക്കാവിന്റെ കലാശ പോരാട്ടം നമുക്ക് കാണാം. അവിടെ ട്രെയിനിൽ ഉൾപ്പെടെ കയറിക്കൊണ്ട് സ്ഥാനാർത്ഥികൾ പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.